नमस्ते दोस्तों, हिंदी वर्ल्ड में आप सबका स्वागत है. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം, സുജാൻ സാഗർ കെ രചനാകാർ കോൻ ഹെ? സുജാൻ സാഗർ എഴുതിയത് നമുക്കറിയാം, ഘനാനന്ദാണ് ഉത്തർ. ഇനി ഘനാനന്ദിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് വിവരങ്ങൾ പറയാം. ഘനാനന്ദ് രീതിമുക്ത് കവി ഹെ. അദ്ദേഹം ആനന്ദ് ഘൻ എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു രചനയാണ് സുജാൻ ഹിത്. അതിൽ 507 പദസങ്കലിതാണ്. അതിസൂദോ സനേഹുക്കോ ബാരൻ ഹെ കെ കവി और घनानंद दिल्ली के बादशाह മുഹമ്മദ് ഷാ കെ മീർ മുൻഷി ദേ. വ്രജ് ഭാഷയിൽ അഗ്രണിയായിരുന്നു. उनके रचनाओं में सुजान सागर, विरह लीला, कृपाकांड निबंध, रसकेलिवल्ली आदि प्रमुख है. ലോഗ് ഹേ ലാഗി കവിത്വ ബനാവത്, മോഹിൻ തൗ മോർ കവിത്വ ബനാവത്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള വരിയാണ്. അത് എഴുതിയേക്കുന്നത് ഘനാനന്ദാണ്. അടുത്ത ചോദ്യം, ഗംഗാറാം ജ്യോതിഷി കെ അനുരോധ് പർ തുളസീദാസ് നെ കിസ് ഗ്രന്ഥ് കി രചന കി ഹെ? എൻ്റെ ഉത്തരം രാമാഗ്യ പ്രശ്നമാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, തുളസീദാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. भूषण को कवि भूषण की उपाधि किसने दी? उत्तर राजा रुद्र. ഭൂഷണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഭൂഷൺ രീതിബദ്ധ ആചാര്യ കവി ഹെ, കവിത്വ के कवि है भूषण, भूषण के आश्रयदाता है छत्रपति शिवाजी, शाहूजी, राजा छत्रसाल. ഭൂഷൺ കോ കവി ഭൂഷൺ കി ഉപാധി നൽകിയത് രാജാ രുദ്രസാഹ് അഥവാ സോലങ്കി രാജ. ഭൂഷൺ കെ ശിവഭാവനി में ഛത്രപതി ശിവജി കി വീരത കാ ബഖാൻ ഹെ. ഇന്ദ്രജിമി ജംബു പർ എന്ന് തുടങ്ങുന്ന വരി ഫേമസ് ആണ്, അത് ഭൂഷണിൻ്റെയാണ്. ഭൂഷൺ കി രചനാ പദ്ധതി മുക്തക് പദ്ധതിയാണ്. ശിവരാജഭൂഷൺ, ഛത്രസാൽ ദശക് ഓർ ശിവഭാവനി, ഈ 3 രചനകളാണ് ഉപലബ്ധമായിട്ടുള്ളത്. शिवराजभूषण में अलंकार, छत्रसाल दशक में छत्रसाल बुंदेले के पराक्रम, दानशीलता और शिवभावनी में छत्रपति शिवाजी महाराज के गुणों का वर्णन किया गया है. അടുത്ത ചോദ്യം, किस ग्रंथ में कबीरदास के आविर्भाव काल का उल्लेख मिलता है? उत्तर कबीर चरित्रबोध. കബീർദാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും കേട്ടുകൊള്ളുക. കബീർദാസ് നിർഗുण ज्ञानाश्रयी भक्तिधारा के कवि हैं, यानी संत काव्यधारा के प्रतिनिधि कवि. उनका जन्म काशी में हुआ और मृत्यु मगहर, उत्तर प्रदेश के मगहर में. गुरु का नाम है रामानंद. ये सिकंदर लोधी के समकालीन थे. ഭാഷ സതുക്കടി യാ പഞ്ചമേൽ ഖിച്ചടി. പഞ്ചമേൽ ഖിച്ചടി എന്ന് പറഞ്ഞത് ശ്യാം സുന്ദർ ദാസാണ്. കബീറിൻ്റെ വാണിക സംഗ്രഹ് ബീജകാണ്, അത് ശിഷ്യ ധർമ്മദാസാണ് സങ്കലനം ചെയ്തത്. അതിൻ്റെ 3 ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സാഖി സബദ്, രമൈനി. ഇനി ഹസാരി പ്രസാദ് ദ്വിവേദി കബീറിനെ കുറിച്ച് പറഞ്ഞത്, ഭാഷാ पर कबीर का ज़बरदस्त अधिकार था, वे वाणी के डिटेक्टर थे. कबीर समाज सुधारक पहले और कवि बाद में है. അടുത്ത ചോദ്യം, തദീയ സമാജ് के संस्थापक कौन है? उत्तर ഭാരതേന്ദു. ഭാരതേന്ദു ഹരിശ്ചന്ദ്രനാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ജനിച്ചത് കാശിയിലാണ് 1850 ईस्वी में. ഗുരു രാജാ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ്. ഭാരതേന്ദു എന്ന ഉപാധി ഉപനാം രസായാണ്, രസ ഉപനാം. ഭാരതേന്ദു हरिश्चंद्र की समस्त रचनाओं की संख्या 175 है और उनमें काव्य ग्रंथों की संख्या 70 है. प्रमुख काव्य ग्रंथ प्रेम सरोवर, प्रेम फुलवारी, പ്രബോധിനി, വർഷാ വിനോദ്, ബക്കരി വിലാപ്, ദശരഥ വിലാപ്,
പ്രേമ പച്ചാസ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര കെ പിത ഗോപാൽ ചന്ദ്ര ആണ്, അദ്ദേഹവും കവിയായിരുന്നു. आधुनिक हिंदी साहित्य के जनक के रूप में भी भारतेंदु हरिश्चंद्र जाने जाते हैं. അടുത്ത ചോദ്യം, ഹിന്ദി നई चाल में ढली सन 1873 ईस्वी सही कदम लिखे. എൻ്റെ उत्तर, हरिश्चंद्र चंद्रिका के प्रकाशन से सुधरी हुई हिंदी का उदय माना गया. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഇറക്കിയ മാഗസിനാണ് ഒരെണ്ണം ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇറക്കിയ മറ്റു മാഗസിൻസും കൂടെ നമുക്ക് പരിചയപ്പെടാം. 1867 കവിവചൻ സുധ പബ്ലിഷ് ആകുന്നത്. ജിസ്കാ മൂൽ വാക്യത അബധർമ്മ ഛൂട്ടൈ സത്വ നിജ് ഭാരത് ഗഹെ. പിന്നെ ഭാരതേന്ദുജി ഇറക്കിയ മറ്റു മാഗസിൻസാണ് കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര മാഗസിൻ, ബാലബോധിനി. കവിവചൻ സുധാക്കോ 1875 സാപ്താഹിക ആക്കിയത്. പക്ഷേ അതിനുശേഷം 1885 ഇത് നിർത്തേണ്ടി വന്നു. പിന്നെ 1873 ഭാരതേന്ദു ഹരിശ്ചന്ദ്ര മാഗസിൻ, അത് മാസിക പത്രികയാണ്, അത് പബ്ലിഷ് ചെയ്യുന്നു. അതിനെ 1873 പേരിന് മാറ്റം വരുത്തി ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്നാക്കി മാറ്റി. ഹിന്ദി നई चाल में ढली सन 1873 ईस्वी. അപ്പോൾ ഇത് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന അതേ വരിയാണ്. ഇത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഏതിലാണ് അത് ഉൾക്കൊള്ളിച്ചതെന്ന് ചോദിച്ചാൽ കാലചക്ര എന്ന് പറയുന്നതിലാണ് അദ്ദേഹം ഇത് ഉൾക്കൊള്ളിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ജയശങ്കർ പ്രസാദ് കൃത് കാമായനി കാ ദൂസരാ സർഗ കോൺസാ ഹെ. ഉത്തർ, ആശ. ജയശങ്കർ പ്രസാദിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനന മരണം 1889, 1937. അദ്ദേഹം ഛായാവാദ യുഗിലെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു കവിയാണ്. നമുക്കറിയാം ഛായാവാദ് കെ ചാർ സ്തംഭോം മേ ഏക് ഹെ. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഉർവശി, വനമിലൻ, കാനൻ കുസും, പ്രേം പതിക, ചിത്രാധാർ, झरना, आंसू आदि. प्रसाद की घड़ी बोली कविताओं का प्रथम संग्रहമാണ് कानन कुसुम. जयशंकर प्रसाद की अंतिम कृति है कामायनी. പ്രസാദിനെ ഛായാവാദിൻ്റെ പ്രവർത്തകൻ എന്ന് പറഞ്ഞത് ഇലാചന്ദ്ര ജോഷിയാണ്. കാമായനിക്കോ മാനവതാ കാ രസാത്മക ഇതിഹാസ് എന്ന് പറഞ്ഞത് നന്ദദുലാരെ വാജ്പേയി. കാമായനി കോ മാനവ ചേതന കാ വികാസ് കാ മഹാകാവ്യ എന്ന് പറഞ്ഞത് നഗേന്ദ്രാണ്. അടുത്ത ചോദ്യം, ആചാര്യ രാമചന്ദ്ര ശുക്ല ആധുനിക ഗദ്യ സാഹിത്യ की परंपरा का प्रवर्तन किस विधा से मानते हैं. അതിൻ്റെ ഉത്തർ നാടകമാണ്. അപ്പോൾ നമ്മൾ